കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുകയും മാഡത്തിനെ തല്ലുകയൊക്കെ ചെയ്തു. മാഡം എന്നോട് ക്ഷമിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചില കുട്ടികൾ നല്ല തല്ല് കിട്ടിയാലേ നന്നാവുള്ളൂ എന്ന് പറയാറില്ലേ? ഞാനും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിയാ മതി. ചിലപ്പോ വേറെ ആരുടെയെങ്കിലും അടുത്തായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കില്ലായിരിക്കാം. ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന മാഡം അങ്ങനെ ചെയ്തപ്പോ സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. രവിവർമ്മൻ എന്നയാള് എന്റെ ഭർത്താവ് മാത്രല്ല, എന്റെ ലോകം തന്നെ അതാണ്. സ്നേഹിച്ചും തിരിച്ചു കിട്ടിയും ഞാൻ എന്ന പെൺകുട്ടി രവിവർമ്മൻ എന്ന ഒറ്റയാളിൽ അലിഞ്ഞു ചേർന്നു പോയിന്ന് വേണം പറയാൻ. എന്റെ മുകളിലോ എനിക്ക് താഴെയോ രവിസാറിന് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോന്ന് ചോദിച്ചാ എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് മാഡം. അങ്ങനെ തന്നെ ആവണം. രവിസാറിനോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കണം ശ്രീലക്ഷ്മി മാഡം. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. രവിസാർ എന്നും മാഡത്തിന്റെ തന്നെയായിരിക്കും. ശരിയെന്നാ, ടേക്ക് കെയർ. ബൈ മാഡം. സാന്ദ്ര മാഡം, എന്നെ ഇനി ശ്രീലക്ഷ്മി എന്ന് വിളിച്ചാ മതി. പക്ഷേ നമുക്ക് ചുറ്റും ഔദ്യോഗിക വലയം ഇല്ലാത്തപ്പോ മാത്രം. എന്താ അതുപോരെ ശ്രീലക്ഷ്മി? എന്താ രാജാറാം, എന്താ കാണണമെന്ന് പറഞ്ഞ? ഒരു കാര്യമുണ്ട് രവി, ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് കേൾക്കാൻ സുഖമുള്ളൊരു വാർത്തയല്ല. രാഗസുധ നിനക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും. അവളെ ഇന്നലെയും നമ്മുടെ ആളുകൾ കണ്ടിരുന്നു. നീ പറഞ്ഞതാണ് രവി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കാനുള്ള ശ്രമം രാഗസുധ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകം വർമ്മൻ വില്ലയെക്കുറിച്ചും അവിടുത്തെ ഇപ്പോഴുള്ള ആളുകളെക്കുറിച്ചും വ്യക്തമായൊരു പിക്ചർ ബാലമേൽ നിന്ന് രാഗസുധയ്ക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവൾ GD അന്വേഷിച്ചു തുടങ്ങിയത്. അതിന്റെ തുടക്കം എന്ന പോലെ രാഗസുധ GDയുടെ സഹായിയായ രാജ എന്ന രമേശിനെ നേരിട്ട് കണ്ടിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ അവനെ? അന്ന് ശ്രീലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ഓർമ്മയുണ്ട്. ഇനി അവൻ വഴി GDയിലേക്ക് എത്തേണ്ട സമയമേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽസ് നിനക്ക് കിട്ടിയിട്ടും നിനക്കോ നിന്റെ സെക്യൂരിറ്റി വിങ്ങിനോ എന്തുകൊണ്ട് അവളെ നിങ്ങളുടെ വലയിൽ ഒതുക്കാൻ കഴിയുന്നില്ല? ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ രാജാറാം. നോ രവി, അവളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. എന്നെ ഓർത്തല്ല രാജാറാം എന്റെ ടെൻഷൻ, ശ്രീലക്ഷ്മിയെ കുറിച്ച് ഓർത്തിട്ട. ശ്രീലക്ഷ്മിക്ക് രാഗസുധ ആരാണെന്ന് അറിയാമോ അറിയില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ അവ്യക്തമാണ്. അതിൽ വ്യക്തത ഉണ്ടായാലും ഇല്ലെങ്കിലും
ശ്രീലക്ഷ്മിയെ ഒരു ടെൻഷനിലേക്കും തള്ളിവിടാൻ എനിക്കിപ്പോഴാവില്ല. രാഗസുധ കാണാനുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് അറിയാനുള്ളതൊക്കെ അറിഞ്ഞ് ആൾബലവും മനോബലവും ഒക്കെ കൂട്ടട്ടെ. അങ്ങോട്ട് തേടി അലിഞ്ഞ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതുവരെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് ഇപ്പൊ പ്രവചിക്കാനാവില്ല. കാരണം അവൾ ഉദ്ദേശിക്കുന്നതാവില്ല ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ നമ്മളോടുള്ള പെരുമാറ്റം നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷെ അയാളോടുള്ള നമ്മുടെ പെരുമാറ്റം പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ആ നിയന്ത്രണമാണ് നമ്മുടെ മഹത്വം. വർമ്മം വില്ലയിലേക്ക് പുതിയൊരു അവകാശം ജനിക്കുന്നതിന് മുമ്പ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കല്ലുകളും കെട്ടടങ്ങണം. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാകണം. ആയേ പറ്റൂ. ഏയ് സാന്ദ്ര, കം. സാന്ദ്ര വന്നിട്ട് അധിക സമയമായോ? കുറച്ചു നേരമായി. നീ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ തന്നെ മനസ്സിനൊരു സന്തോഷം. അതെന്താ അങ്ങനെ? ആ, നിന്റെ മുഖം കണ്ടാൽ അറിയാം. അവളെ കുഴി ചാടിക്കാൻ എന്തോ പദ്ധതി ഇട്ടിട്ടാ ഈ വരവന്ന്. അതെന്താ എന്നെ അറിയിക്കാതെ ഒരു രഹസ്യ സംവാദം? ദേ, നീ കടുത്ത വാക്കുകളൊന്നും ശ്രീലക്ഷ്മിയോട് ഈ സമയത്ത് പറയരുത് കേട്ടോ. ആഭൂഷണായി പോവും. രേഖ മാഡം, മുഖം നോക്കി പറയുന്ന ലക്ഷണശാസ്ത്രം പഠിക്കാതെ ഇങ്ങനെ ഊഹിച്ചെന്തെങ്കിലും പറഞ്ഞാ അത് ശരിയാവണമെന്നില്ല. സാന്ദ്ര, ഇതാണ് എന്റെ അമ്മ. അമ്മേ, ഇത് സാന്ദ്ര. ഇതാണോ ആള്? ഇവിടെ നിനക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് അല്ലേ? വിളിക്കുമ്പോഴൊക്കെ ഇവള് നിന്റെ കാര്യം പറയും. അല്ലെങ്കിലും ഞാൻ സാന്ദ്രയൊന്ന് കാണാനിരിക്കായിരുന്നു. വേറൊന്നുമല്ല, ഞാനും ഇവളും കൂടി പുതിയ കുറെ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാന്ദ്രയുടെ സഹായം കൂടി വേണം. അയ്യോ, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലമ്മേ. എന്ത് വേണോന്ന് പറഞ്ഞാ മതി. നല്ല വെടിപ്പായിട്ട് ചെയ്ത് കാണിച്ചു തരും സാന്ദ്ര. അതെനിക്കറിയാം. പകരം സാന്ദ്രയ്ക്ക് വേണ്ടത് എന്താണെന്നും ഈ രാജലക്ഷ്മിക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം. പറയണമെന്നില്ല. അത് ശരി. അപ്പോ രേഖയെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ നിങ്ങളുടെ മകളുടെ താളത്തിനൊത്തു തുള്ളി ആരെയും ദ്രോഹിക്കാനൊന്നും ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ല? ഇതില് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ചില സാഹചര്യങ്ങളില് ചിലത് നേടിയെടുക്കാൻ വേണ്ടി തെറ്റാണെന്ന് അറിയാമെങ്കിലും ആ തെറ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്നുണ്ടാവുന്ന ചില തിരിച്ചറിവുകള് നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. എന്റെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ശ്രീലക്ഷ്മിയോട് എല്ലാത്തിനും മാപ്പ് പറയാനും വർമ്മൻ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശിയെ സമ്മാനിക്കാൻ പോകുന്നതിന് കൺഗ്രാറ്റ്സ് പറയാനുമാണ്. കൊള്ളാം. ഓന്തിനെ പോലെ നിറം മാറുന്ന ഇവളാണോ നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരി എന്ന് പറഞ്ഞത്?
അപ്പോ നീ എന്റെ ശത്രുക്കളുടെ അടുത്ത് പോയി സന്ധി ഒപ്പുവെച്ചിട്ടാ വരുന്നതല്ലേ? അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണല്ലോ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോയി മാപ്പ് ചോദിക്കല്. പക്ഷെ നീ ഒരു കാര്യം മറന്നു സാന്ദ്ര. അവസാനം എനിക്ക് വാക്ക് തന്ന് നീ പോകുമ്പോ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നു. ഇനി എനിക്ക് നേരെ നീ തിരിഞ്ഞ ശ്രീലക്ഷ്മി ആയിരിക്കില്ല എന്റെ ശത്രുവെന്ന്. കളിയിൽ നിന്ന് പിന്മാറിയെങ്കിൽ കളത്തിന് പുറത്തിരുന്ന് മര്യാദയ്ക്ക് കളി കണ്ടോണം. അതല്ല, കളിക്കാനിറങ്ങാതെ എതിർ ടീമിന് സാരോപദേശവും തന്ത്രങ്ങളും മെനഞ്ഞു കൊടുക്കുന്ന കോച്ചിന്റെ വേഷമാണ് നീ എടുത്തണിയാൻ പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടാവും. ഞാൻ ഒന്നിനും വരുന്നില്ല. എല്ലാം അവസാനിപ്പിച്ച് മനസ്സ് നിറഞ്ഞ ഞാനിപ്പോ ഇവിടുന്ന് പോകുന്നത്. അത് മാഡത്തിന്റെ ഒരുമാതിരി ഊച്ചാളി പോരിന്റെ വിരട്ട് കേട്ടിട്ടില്ല. എനിക്കിനി അങ്ങനെയുള്ള ഒരു ദുരാഗ്രഹവും വേണ്ടാന്നുള്ളത് കൊണ്ടാ. പിന്നെ ഒരു സാധാരണ പെൺകുട്ടിയായ പാവം ശ്രീലക്ഷ്മിയെ ഇതുവരെ മാഡത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഈ സാൻഡ്രയെ. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മാഡം അധികകാലം ഈ വീട്ടില് വാഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താടി പേടിപ്പിക്കാണോ ഞങ്ങളെ? ഇവളെ നീ കുറെ നാൾ കൊരങ്ങളിപ്പിച്ചു എന്ന് വെച്ച് ദേ അധികം നീ മുകളിലേക്ക് കയറണ്ട. എടി, ചെമ്മി ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം എന്ന് കേട്ടിട്ടില്ലേ നീ? ദേ മര്യാദക്ക് ഇരുന്നോണം, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നിന്റെ സഹായമൊന്നും ഇവിടെ ആർക്കും വേണ്ട. എന്റെ മോളോടൊപ്പം ഞാനുണ്ട്. ആഹാ, അത് കലക്കി. കേട്ടോ രേഖ മാഡം, ഞാൻ ആദ്യം കരുതിയത് മാഡത്തിന്റെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം വളർത്തുദോഷമാണെന്നാ. ഇപ്പം മനസ്സിലായി അങ്ങനെ അല്ലാന്ന്. ഇത് തലമുറയായിട്ടുള്ള പ്രശ്നമാ. ദേ അധികം അടുപ്പവും പരിചയമൊന്നും ഇല്ലാത്തവരെ കയറി എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അതൊക്കെ ദാ ഇവിടെ സ്വന്തം മകളെ വിളിച്ചാ മതി. പിന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമേ ശ്രീലക്ഷ്മിയോട് ഏറ്റു പറഞ്ഞിട്ടുള്ളൂ. എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചവരുടെ കാര്യങ്ങള് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നിനക്ക് അതും കൂടി അങ്ങ് പറയാനില്ലേ? പിന്നെ ഭീഷണിയുടെ സ്വരമൊന്നും ഇങ്ങോട്ട് വേണ്ട. നിനക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാ ആരോട് വേണേലും പോയി പറയാം. അത് ഞാൻ തീരുമാനിച്ചോളാം. ഒന്നാമത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. രഘുവർമ്മൻ സാറിന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് അദ്ദേഹത്തിന്റെ അമ്മായിയമ്മയ്ക്ക് തരണമെന്നില്ല. രേഖ മാഡത്തിനോട് എനിക്കിപ്പോഴുള്ള ആ റെസ്പെക്ട് എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. മാഡത്തിന്റെ അമ്മ എന്ന് പറയുന്ന ഇവര് തന്നെ മാഡത്തിനെ നശിപ്പിക്കും. ഇവരുടെ വാക്ക് കേട്ട് മാഡം ഓരോന്ന് ചെയ്താ എല്ലാത്തിന്റെ അവസാനം കലാശക്കൊട്ട് കഴിയുമ്പോ മാഡം ഈ പടിക്ക് പുറത്തായിരിക്കും. ഇനിയും മാഡത്തിന് സമയമുണ്ട്. മാറണമെങ്കിൽ മാറാം, മറക്കണമെങ്കിൽ മറക്കാം. ഇത്രയും നാളും മാഡം ചെയ്തതൊക്കെ വലിയ പ്രശ്നങ്ങളിൽ എത്താത്തത് മാഡത്തിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ഭാഗ്യം കൊണ്ടും ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളായതുകൊണ്ടും മാത്രമാ. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മിക്ക് ക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ടും. അമ്മയും കൂട്ടിയുള്ള ഈ കളി നല്ലതിനാവില്ല ആർക്കും. നീയൊന്ന് നിന്നേ.
നീ പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? എനിക്ക് പറയാനുള്ളതും കൂടി നീ ഒന്ന് കേൾക്ക്. ചെകുത്താനീന്ന് മാലാഖയായപ്പോ പറഞ്ഞു നീ അങ്ങ് കത്തി കേറുകയാണല്ലോ. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കിക്കോ, ഈ രാജലക്ഷ്മി നിനക്ക് ശരിക്കും അറിയില്ല. ആ ശ്രീലക്ഷ്മി ഇവിടുന്ന് പിടിച്ചു പുറം തള്ളി എന്റെ മോൾ ഈ വീട് ഭരിക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ നിനക്ക്. രണ്ടിലൊന്ന് അറിയാൻ തന്നെ ഞാനും വന്നിരിക്കുന്നത്. അറിയാനുള്ള ആ ഒന്ന് അറിയാനാണെങ്കിൽ അധിക നേരം ഇവിടെ നിൽക്കണമെന്നില്ല. എനിക്ക് ഇപ്പോഴേ അറിയാം. പക്ഷേ ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാ. മോളുടെ ലേബലില് സ്വത്ത് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നു. നിർത്തടി. മാന്യതയോടെ സംസാരിച്ചില്ലെങ്കിൽ ഈ രാജലക്ഷ്മി ആരാണെന്ന് നീ ഇപ്പോഴേ അറിയും. എന്തറിയാനാ? മോളെയും കെട്ടിച്ചു കൊടുത്തിട്ട് അവരുടെ തന്നെ കുടുംബം കുളം തോണ്ടാൻ നടക്കുന്ന ഒരു അമ്മ. നിങ്ങളുടെ മട്ടും ഭാവവും കണ്ടാൽ തന്നെ അറിയാം നിങ്ങളുടെ സ്വഭാവം. ചാണകച്ചൂലുകൊണ്ട് ഈ വീട്ടിൽ നാടിച്ച് പുറത്താക്കുക വേണ്ടത്. എടി, ഈ വീട്ടുകാരിയായി പോയി. അല്ലെങ്കിൽ എനിക്ക് നേരെ ഉയർന്ന ഈ കൈയുണ്ടല്ലോ, സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ മോളോട് ചോദിച്ച് മനസ്സിലാക്കണം ഈ സാൻഡ്ര ആരാണെന്ന്. ശരി, ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി. ഓക്കെ? അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് രവി. ഞാനൊന്ന് നോക്കട്ടെ എവിടെ എങ്ങനെ തുടങ്ങണമെന്ന്. നീ ഇപ്പൊ വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കണ്ട. ദേ അച്ഛനായി. നീ ആ സന്തോഷവും എക്സൈറ്റ്മെന്റും ആവോളം അനുഭവിക്കേ. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് രാജാറാം. ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്ത ഒരു അനുഭൂതി. അതെന്നും അങ്ങനെ തന്നെ വേണം രവി. പ്രണയിച്ച ആളെ കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടായി. ഇതൊക്കെ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നതാ. അങ്ങനെ നോക്കുമ്പോ നീ എത്രയോ ഭാഗ്യവാനാ. അതിനിടയിൽ രാഗസുധ എന്നല്ല ആർക്കും ഒരു സ്ഥാനവും ഇല്ല. നീ സന്തോഷത്തോടെ പോ. तूफान आएगा, 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 तूफान आएगा. तूफान आएगा, तूफान आएगा, तूफान आएगा, तूफान आएगा. മനസ്സിലും മുഖത്തും ഒരുപോലെ സന്തോഷം. അതിന് കാരണം വരാനിരിക്കുന്ന കുഞ്ഞിന്റെ ജനനം. മുഖത്തെ ഈ സന്തോഷം കാത്തു സൂക്ഷിക്കാൻ അത്ര എളുപ്പമല്ല. തൂഫാൻ ആയേഗ, തൂഫാൻ ആയേഗ. വരുന്നുണ്ട്, കൊടുങ്കാറ്റ് പോലെ ശത്രു വരുന്നുണ്ട്. ദൈവം തരുന്ന സന്തോഷങ്ങളിൽ പല പരീക്ഷണങ്ങളും നടത്തിയെന്ന് വരും. നിർബന്ധിത അവസ്ഥകളിൽ അനിഷ്ടത്തോടെയാണെങ്കിലും അതെല്ലാം സ്വീകരിച്ചേ മതിയാവൂ.
ജനനവും മരണവും ദൈവത്തിൽ നിക്ഷിപ്തമാണ്. പല പരീക്ഷണങ്ങളെയും അതിജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവകാശിയുടെ ജനനം അത്ര എളുപ്പം സാധ്യമാകുന്ന ഒന്ന്